എന്താ കേട്ടാ വിവരമില്ലതും തീർന്നു കേട്ടത്. പിണറായി വിജയൻ സർക്കാരിനെതിരെ ജനങ്ങളുടെ വിധിയെഴുത്ത്. ഭരണവിരുദ്ധ വികാരം UDF-നായുള്ള തരംഗമായി തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. I feel something fishy. സർക്കാരിനോടുള്ള എതിർപ്പിൽ BJP-യും നേട്ടമുണ്ടാക്കി. അതെനിക്കിഷ്ടമില്ല. വിമർശനങ്ങളെ അവഗണിക്കുന്ന ശൈലി, സ്വന്തം കോട്ടം മറച്ചുവെക്കാൻ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തൽ. പറഞ്ഞത് വിഴുങ്ങുന്ന നിലപാട് മാറ്റങ്ങളും വികലമായ ന്യായീകരണങ്ങൾ. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? ക്ഷേമ പെൻഷൻ നൽകിയാൽ ജനങ്ങൾ കൂടെ നിൽക്കും എന്ന് വോട്ടർമാരെ വില കുറച്ച് കാണൽ. നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക. ഇഷ്ടം പോലെ തിന്ന ആളുകൾ എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ ഇവൻ നമ്മൾ നാളം കെടുത്തുന്നോണ കേട്ടാ. ഇവനെ കൊന്നാല ഈ കുട്ടേട്ടന് ഇടയ്ക്ക് എങ്ങനെയാ ആരാ എന്താന്ന് നോക്കാതെ എന്തെങ്കിലുമൊക്കെ പറയും. അത് ദേഷ്യം കൊണ്ടല്ല, ഈ അപസ്മാരം പോലത്തെ രോഗമെന്നാ ഡോക്ടർമാര് പറയണത്. ക്ഷേമ പ്രവർത്തനം, പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകിയിട്ടുണ്ട്. അതിനൊന്നും ഇല്ലേ? അപ്പോ അതെല്ലാം വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഡോക്ടർമാർക്ക് അപസ്മാരമായിട്ട് തോന്നും, എനിക്കിത് അഹങ്കാരമായിട്ടാ തോന്നണത്. ഇത് കേരളമാണ്, ഓർത്തോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ മാത്രമാണ് ശരി എന്ന് മേനി നടിക്കുന്ന CPM-നും ഇടതു മുന്നണിക്കും കേരള ജനത താക്കീത് നൽകുന്നു. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. UDF-ഉം BJP-യും തരാതരം പോലെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി പുതിയ കഥയും കൊണ്ട് വന്നിടേ തള്ള. രണ്ടു കൂട്ടരുടെയും എതിരാളി LDF ആണ് എന്നുള്ളത് വെച്ച് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആണോ? ഭയങ്കര മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കളുടെ മനസ്സിലിരിപ്പാണ്. അത് നല്ല വിചാരമായി പോയി. എന്നിട്ട് അവര് പറയാണ് അവരുടെ ഔദാര്യം കൈപ്പറ്റി ഷാപ്പാട് കഴിച്ചിട്ട് ഇവരുടെ വീട്ടിൽ നിർത്തി കൊടുത്താണ്. ഈ അഹങ്കാരവും കൂർക്കമ്പലിയും ദൂരെ നിന്ന് നോക്കിയാൽ മനസ്സിലാവത്തില്ല, അടുത്തിട പഴകുമ്പോഴേ മനസ്സിലാവൂ. സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നാണ്, സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് അവരെന്തെങ്കിലും ക്ഷേമ പരിപാടികൾ നടത്തുന്നത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇത് ക്ഷേമ പരിപാടികൾ നടത്തിയ ആദ്യത്തെ ഗവൺമെന്റ് അല്ല ഇത്. ക്ഷേമ പരിപാടികളെ അട്ടിമറിച്ച ഗവൺമെന്റ്. 100% ഞാൻ യോജിക്കുന്നു. തോറ്റിട്ടും തോൽപ്പിച്ച ജനങ്ങളോട് എത്ര മോശമായിട്ടാണ്, എത്ര അപമര്യാദയായിട്ടാണ് CPM പെരുമാറുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഞാനിതിനെ കാണുകയാണ്. അനാവശ്യമായി പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. കണ്ണൂർ പാറാട് വടിവാളുമായി CPM പ്രവർത്തകർ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. വടിവാൾ വീശി ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തു. കൂട്ടം പറഞ്ഞ വേഷങ്ങട്ട് കാണിച്ചാലുണ്ടല്ലോ ഒന്നുകളെയും പറഞ്ഞേക്കാം. പേടിപ്പിച്ച് ജയിക്കാൻ ഒന്ന് ഒരസി നോക്കുകയാണല്ലേ. സ്ക്രാച്ച് ആൻഡ് വിൻ നടക്കില്ല. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എനിക്കിന്ന് മൃദുല വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ. വടിവാളെടുത്ത് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നാളുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. അഹങ്കാരി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.